സസ്പെൻഷന് പിന്നാലെ സർക്കാരിനെ കടന്നാക്രമിച്ച ബി അശോക് IAS സസ്പെൻഷൻ നടപടി അംഗീകാരമായി കാണുകയാണ്. ഉത്തരവിറക്കിയത് ഏപ്രിൽ 9-ന് ജനം പുറത്താക്കിയ സർക്കാരാണെന്നും കോടതിയെ സമീപിക്കില്ല എന്നും ബി അശോക് വ്യക്തമാക്കി. തുടർഭരണം ഉറപ്പാക്കാനായി കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ കോക്കസ് പ്രവർത്തിച്ചുവെന്നും ബി അശോക് ആരോപിച്ചു. ബാഹ്യ അധികാര കേന്ദ്രമായി KM എബ്രഹാം വളർന്നുവെന്നും ബി അശോക് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സസ്പെൻഷൻ ഉത്തരവാണ്. പ്രത്യേകിച്ച് ഒരു നടപടിയും അതിനാവശ്യമില്ല. പക്ഷേ കോടതിയിലേക്ക് പോകാനോ ട്രിബ്യൂണലിലേക്ക് പോകാനോ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. അത് അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. അതൊരു ബാഡ്ജായിട്ട്, ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും എന്ന് ഉത്തമ ബോധ്യമുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ സർക്കാരിൽ നിന്നും പലതവണ പ്രതികാര നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ്. ഈ തുറന്നു പറച്ചിലെന്ന് പറയുന്നത് സർക്കാരിനകത്തെ കാര്യങ്ങൾ ഏതൊക്കെ രൂപത്തിൽ അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നു? സ്മൃതി, സസ്പെൻഷൻ നടപടിക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണമാണ് അശോക നടത്തുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും ഒപ്പം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമിനെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏപ്രിൽ 9-ന് ഈ ജനങ്ങൾ പുറത്താക്കിയ സർക്കാരാണ് തനിക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. ഉത്തരവിൽ കൃത്യമായി യാതൊരു കാരണങ്ങളും പറയുന്നില്ല. മാത്രമല്ല, ഈ സർക്കാരിന്റെ നടപടിക്കെതിരെ തുടർച്ചയായി നിയമപോരാട്ടം നടത്തിയതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഈ സസ്പെൻഷൻ നടപടി. ഒപ്പം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അടിമകളായാണ് ഈ സർക്കാർ കാണുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത്. ഒപ്പം ഈ സർക്കാരിന്റെ സസ്പെൻഷൻ നടപടിയെ ഒരു അംഗീകാരമായി കാണുന്നു. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതോട് കൂടി തന്നെ ആ സസ്പെൻഷൻ നടപടി റദ്ദാക്കപ്പെടും. അതുകൊണ്ട് തന്നെ തുടർ നടപടിക്കോ ഈ അപ്പീലിനോ പോകുന്നില്ല എന്നുള്ള പ്രതികരണമാണ് പ്രധാനമായും അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല, ഈ സിവിൽ സർവീസ് കേഡറിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ടിരുത്തുന്നതിനെതിരെയാണ് രൂക്ഷമായ പ്രതികരണം ബി അശോക നടത്തുന്നത്. KM എബ്രഹാം സർക്കാരിലെ തന്നെ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ രണ്ടാമനായി മാറി, അധികാര കേന്ദ്രമായി മാറി. കിഫ്ബി വഴി തുടർഭരണം ഉറപ്പാക്കാൻ വലിയൊരു കോക്കസ് തന്നെ KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടത്തുന്നു. 130 കോടി രൂപയുടെ ക്യാമ്പയിനാണ് കിഫ്ബി കമ്മീഷൻ ചെയ്തത്. ഇതൊക്കെ തന്നെ ചട്ടവിരുദ്ധമാണ്. മാത്രമല്ല, മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയാൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും KM എബ്രഹാമിന് ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള വലിയ കടന്നാക്രമണമാണ് അശോക നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനം സസ്പെൻഷൻ നടപടിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 5 തവണ ട്രൈബ്യൂണലിൽ കയറ്റി ആ ഒരു പരാജയ ഭീതിയിൽ എടുത്ത ഒരു നാണം കെട്ട തീരുമാനമാണ് എന്നുകൂടിയുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.